ബദർ യുദ്ധത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക ചരിത്രം പറഞ്ഞു തീർക്കാനാവുമോ നമുക്ക്? അത്രമേൽ ഇസ്ലാമിന്റെ വളർച്ചയെ സ്വാധീനിച്ച അതിമഹത്തായ ഒരു യുദ്ധം. ഒരു പക്ഷത്ത് വേണ്ടുവോളം അംഗബലവും ആയുധബലവുമുള്ള ഒരു സൈന്യം, മറുവശത്ത് ഈമാൻ ഇന്ധനമായി പ്രവർത്തിക്കുന്ന അചഞ്ചലമായ വിശ്വാസം ഊട്ടിയുറപ്പിച്ച മുസ്ലിം സൈന്യം. വിശ്വാസവും നിശ്ചയദാർഢ്യം കൊണ്ടും ഏത് വൻകരയും മറികടക്കാമെന്ന വലിയ സന്ദേശമാണ് ബദർ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. യുദ്ധക്കളത്തിലെ വീര്യം നിറഞ്ഞ പോരാട്ടങ്ങൾ മാത്രമല്ല ബദറിന്റെ ചരിത്രം, മറിച്ച് ബദറിന് മുൻപും ശേഷവും ചില സംഭവങ്ങൾ ബദറുമായി അനുബന്ധമായി നടന്നിട്ടുണ്ട്. അത്തരത്തിൽ ബദറിന് ശേഷം നടന്ന, ബദറുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചെറിയ സംഭവത്തിലേക്ക്, ഒരു ചരിത്ര ശകലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ബദർ യുദ്ധം കഴിഞ്ഞു. വീര്യം നിറഞ്ഞ പോരാട്ടം. പോരാട്ടത്തിനൊടുവിൽ ശത്രുപക്ഷത്തിൽ വലിയൊരു വിഭാഗം പരാജയപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഉള്ള ജീവനം കൊണ്ട് മക്കയിലേക്ക് ഓടുകയാണ്. ഓടി 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 മുന്നിലെത്തിയ ഒരാൾ, ഉള്ള ജീവനം കൊണ്ട്, കിട്ടിയ ജീവനം കൊണ്ട് മുന്നിൽ ഓടിയെത്തിയ ഒരാൾ തന്റെ വ്യസനം, തന്റെ വേദന ആ നാട്ടുകാരോട് പറയുന്നുണ്ട്. പുകിന്തവരെല്ലാരിൽ മുൽപ്പെട്ടവൻ താൻ പൊട്ടിക്കരഞ്ഞിട്ടീപ്പാൽ മൊഴിന്താൻ. പുകിന്തവരെല്ലാരിൽ മുൽപ്പെട്ടവൻ താൻ പൊട്ടിക്കരഞ്ഞിട്ടീപ്പാൽ മൊഴിന്താൻ. ഇകൾ വാർത്ത കേൾപ്പീര മക്കക്കാരെ, നിങ്ങളിത് കേൾക്കുക. സൈന്യം നമ്മളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളിത് കേൾക്കുക. നമുക്ക് വലിയൊരു അപകടം വരാനിരിക്കുന്നു. മക്കയിലെ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എല്ലാവരും പേടികൊണ്ട് പരക്കം പായാൻ തുടങ്ങി. ഈ വാർത്ത യുദ്ധത്തിന് പോവാതിരുന്ന, യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന അബൂലഹബിന്റെ ചെവിയിലുമെത്തി. വീട്ടിൽ നിന്നും പുറത്തു വന്നു. തന്റെ സഹോദരപുത്രനായ അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് തന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അബൂ സുഫിയാൻ ഇബ്നു ഹാരിസിനോട് ചോദിക്കുന്നു, സുഫിയാനു, എന്തു പറ്റി നമ്മുടെ സൈന്യത്തിന്? എന്താണ് നമ്മുടെ സൈന്യത്തിന് പറ്റിയത്? സുഫിയാൻ വിശദീകരിക്കുന്നു. പയക്കം നമ്മിൽ കേൾപ്പിയ കുലോഹക്കാൻ ഞങ്ങൾ പടത്തുടങ്ങി കലർന്നൊരു സാഴത്തിൽ ഇടയിൽ പരവാൻ മുഹമ്മദിൻ അരികോർകളിൽ. പയക്കം നമ്മി കേൾപ്പിന കുലോഹക്കാൻ ഞങ്ങൾ പടത്തുടങ്ങി കലർന്നൊരു സാഴത്തിൽ ഇടയിൽ പരവാൻ മുഹമ്മദിൻ അരികോർകളിൽ. ഞങ്ങൾ നന്നായി തന്നെയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ അത് സംഭവിച്ചു. അബൂലഹബ് ഞെട്ടി ചോദിച്ചു, എന്ത് സംഭവിച്ചു ബദറിന്റെ കടത്തിൽ? മറുപടി കൊടുക്കുന്നു, ഒരു കോട്ടർ നാസിലായി ഹവ തന്നിന്നും അവരെ ഉടൽ ചമയം വെള്ളവരികൾ വൽക എണ്ടും ഉലമ്മാലാത്തുൽ കീതാലടൈന്തോരായും. ഒരു കോട്ടർ നാസിലായി ഹവ തന്നിന്നും അവരെ ഉടൽ ചമയം വെള്ളവരികൾ വൽക എണ്ടും ഉലമ്മാലാത്തുൽ കീതാലടൈന്തോ
തുടങ്ങി ഒരു മണിക്കൂർ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ആകാശത്തു നിന്നും ഇറങ്ങുന്നു ചില ആളുകൾ. അവർ ആയുധധാരികളാണ്, ആയുധത്തോടുകൂടി സന്നാഹത്തോടു കൂടിയാണ് അവരുടെ വരവ്. വെള്ളയും കറുപ്പും പുള്ളികളുള്ള കുതിരപ്പുറത്താണ് അവരുടെ സഞ്ചാരം. വെള്ള വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത്. വളരെ വളരെ ആയോധന കലകൾ അഭ്യസിച്ച കൂട്ടരെന്ന് തോന്നിപ്പിക്കും വിധം വളരെ അഭ്യാസത്തോടുകൂടെ വളരെ ആർജവത്തോടുകൂടെ അവർ യുദ്ധം ചെയ്യുന്നു. അബൂലഹബ് ഞെട്ടി. പെട്ടെന്ന് അബൂലഹബിന്റെ ബേക്കിൽ നിന്ന് അബൂ റാഫിയ തങ്ങൾ പറയുന്നു. ആരാ അബൂ റാഫിയ തങ്ങൾ? ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സേവകനാണ് അബൂ റാഫിയ തങ്ങൾ. രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാൾ. തന്റെ ആവേശം കൊണ്ട് ബദറിലെ രണാങ്കണത്തിൽ നടന്ന അജയ്യമായ യുദ്ധത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ പെട്ടെന്ന് കേട്ടപ്പോൾ തന്റെ ഉള്ളിലിരിക്കുന്ന ഈമാനിന്റെ മാധുര്യം കണ്ട് പെട്ടെന്ന് അറിയാതെ പറഞ്ഞുപോയി, നിശ്ചയം അത് അല്ലാഹുവിന്റെ മലക്കുകൾ തന്നെയാണ്. അബൂലഹബ് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആരാണ് പറഞ്ഞത്? അബൂ റാഫി തങ്ങളായിരുന്നു. അബൂലഹബിന് ആ വർത്തമാനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തന്റെ കൂടെ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയോ പാടില്ല. അബൂലഹബ് ചാടിക്കേറി ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു അബൂ റാഫി തങ്ങൾക്ക്. കിട്ടിയ അടിയിൽ അബൂ റാഫി തങ്ങൾ നിലത്ത് വീണു. വരികൾ വിശദീകരിക്കുന്നു. അടിത്തിട്ടാനേ കണ്ടമിൽ എണ്ടനിൽ പറ്റിയേ തല ചുറ്റിയേ വിളുന്നിട്ടേനേ ദുഷ്ടനെഞ്ചിലിരിന്താനേ കൺമുഖം താനേ ചുളിന്തിട്ടാനേ. അബൂ റാഫി തങ്ങളെ ഒരൊറ്റ അടിയൊന്ന് വെച്ചു കൊടുത്തു. കിട്ടിയ അടിയിൽ തന്നെ അബൂ റാഫി തങ്ങൾ നിലത്ത് വീഴുന്നു. നിലത്ത് വീണത് കൊണ്ടും വിട്ടില്ല. വീണ അബൂ റാഫി തങ്ങളുടെ പുറത്തേക്ക് ചാടിക്കയറി വീണ്ടും നിർത്താതെ തല്ലുന്നു. ഇത് കണ്ടു നിൽക്കുന്നു. ആരാ കണ്ടു നിൽക്കുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന്റെ സേവകനെ അബൂലഹബ് നിഷ്കാരുണ്യം നിലത്തിട്ട് അടിക്കുന്നത് കണ്ട് വല്ലാതെ വേദനയിലാണ് ഉമ്മുൽ ഫദ്ൽ ബീവി. പെട്ടെന്ന് തന്റെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കൂടാരം കെട്ടാൻ ഉപയോഗിക്കുന്ന തൂണെടുത്തുകൊണ്ടുവന്ന അബൂലഹബിന്റെ പിരടി നോക്കി ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. കണ്ടിടെ ഉമ്മുൽ ഫളിൽ ബീവി അബ്ബാസിന്റെ വിരോഷത്താലേ കൺമനക്കുള്ള ഉമുദുണ്ട് കനിയാൽ ചെണ്ട എടുത്തിട്ടാനേ. കണ്ടിടെ ഉമ്മുൽ ഫളിൽ ബീവി അബ്ബാസിന്റെ വിരോഷത്താലേ കൺമനക്കുള്ള ഉമുദുണ്ട് കനിയാൽ ചെണ്ട എടുത്തിട്ടാനേ. എടുത്താൽ അബൂലഹബിൻ സീരിൽ അടിച്ചപ്പോതിൽ തല പൊട്ടി. അബൂലഹബിൻ സീരിൽ അടിച്ചപ്പോതിൽ തല പൊട്ടി. കണ്ടിടെ ഉമ്മുൽ ഫളിൽ ബീവി അബ്ബാസിന്റെ വിരോഷത്താലേ കൺമനക്കുള്ള ഉമുദുണ്ട് കനിയാൽ ചെണ്ട എടുത്തിട്ടാനേ. കിട്ടിയ അടിയിൽ വലിയ വ്രണം വന്നു അബൂലഹബിന്റെ പിരടിയിൽ. ആ വ്രണം പഴുത്തു. ആ വ്രണം കാരണം തന്നെയാണ് അബൂലഹബ് മരണമടയുന്നതും. ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ കൂടി ബദർ കാരണമാണ് അബൂലഹബിന്റെ മരണം സംഭവിക്കുന്നത്. ഇതേ സമയം മറ്റൊരിടത്ത് ബദറിൽ വിജയം വരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിലേക്ക് മദീനയിലേക്ക് വരികയാണ്. വളരെ ആവേശത്തോടുകൂടെ വിജയം വരിച്ച സന്തോഷത്തിൽ വരുമ്പോൾ കൂട്ടത്തിൽ 70ഓളം പിടിക്കപ്പെട്ട സൈനികരുമുണ്ടായിരുന്നു. ആ 70ഓളം പിടിക്കപ്പെട്ട കുറ്റവാളി തടവുകാരും ഉണ്ടായിരുന്നു. ആ തടവുകാരെ കൊണ്ടുവന്നു. പലയിടത്തു നിന്നും പല അഭിപ്രായങ്ങൾ ആരാഞ്ഞു. ഈ കിട്ടിയ തടവുകാരെ, യുദ്ധത്തിൽ നിന്നും കിട്ടിയ തടവുകാരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ എല്ലാവരെയും അടുത്തടിച്ചു വിളിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു. എന്ത് ചെയ്യും നമ്മൾ? ചേരേ മുത്താഹമ്മദനെ ബീവൈലിരിന്റെ പിൻ ചിറപ്പെട്ടോർകളെയും കൊണ്ടായി ഗോരത്തി വാരിത പൂകി ത്വയ്ബ പിറന്നെല്ലാം ഹബീബുള്ള ഫദലുറ്റ തീരമുമ്പേ അടൈந்த പിന്നാ ും
തിരുമുമ്പിൽ അടൈந்து പിന്നാൽ പലയിടത്തുനിന്നും പല അഭിപ്രായങ്ങൾ വന്നുവെങ്കിലും ഹബീബായ തങ്ങളുടെ വിശാലമായ സമുദ്ര സമാനമായ കാരുണ്യം, ആ കാരുണ്യമാ ആ യുദ്ധത്തടവുകാർക്ക് മുകളിൽ വെന്നു വീണു. അവരെ എല്ലാവരെയും നിശ്ചിത മോചനദ്രവ്യം വാങ്ങി വെറുതെ വിട്ടയച്ചു. ബദറിൽ നമുക്ക് പാഠമുണ്ട്, ബദറിൽ നമുക്ക് സന്ദേശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹഖ് ജാവ് ബറക്കത്ത് കൊണ്ട് ബദരീങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.